നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആന്റിസ്പാസ്മോട്ടിക്സ് ലൈസൈറ്റീസ് ഒക്കെയാണ് പഠിച്ചത്. ഓക്കെ, ഷിഹാന എന്താണ് ആന്റിസ്പാസ്മോട്ടിക്സ്? ഓക്കെ, അലീന എനിക്ക് ടൈപ്സ് പറ. ഓക്കെ, Abhilya, what are the uses? Okay, Shamna, what are the side effects? Okay, Nishana, what are the contraindications? Stenosis. Okay, Celia, laxatives and purgatives പറ. ഓക്കെ, എന്താണ് ലാക്സേറ്റീവ് പ്യൂരിഗേറ്റീവ്? വാട്ട് യു മീൻ ബൈ ലാക്സേറ്റീവ്? സെല്ലിയ? ഓക്കെ, സോന? ഓക്കെ, എന്താണ് ലാക്സേറ്റീവ്? ഓക്കെ, നിഷാന? ഓക്കെ, പ്യൂരിഗേറ്റീവ് എന്താണ്? ഓക്കെ, ഷംന? വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിപ്പേഷൻ? യെസ്. Okay, good. Shihana, what are the causes? Okay. Aditya, what are the symptoms? Okay. Okay, then നമ്മൾ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലാസിഫിക്കേഷനിൽ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് സ്റ്റിമുലന്റ് പ്യൂരിഗേറ്റീവ്. സ്റ്റിമുലന്റ് പ്യൂരിഗേറ്റീവ്. ഓക്കെ, അതിൽ ABCD എന്ന് പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് എ ക്ലാസിഫിക്കേഷൻ ഡൈഫിനൈൽ മീഥെയ്ൻസ്. ഡൈഫിനൈൽ മീഥെയ്ൻസ്. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ്സ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബൈസാകൊഡിൽ ആൻഡ് ഫിനോഫ്താലിൻ, then sodium picosulfate. Bisacodyl, phenolphthalein, then sodium picosulfate. Then B classification anthraquinone ആണ്. Okay, in that Senna, then Cascara Sagrada. അങ്ങനെ രണ്ട് ഡ്രഗ്സ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്.
ക്വിനോൺ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ. നെക്സ്റ്റ് സി ക്ലാസിഫിക്കേഷൻ 5-HT4 agonist. 5-HT4 agonist. In that tegaseroid എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Then D classification fixed oil ആണ്. In that example castor oil. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? Is it clear? ഓക്കെ ഓക്കെ, മൂന്നാമത്തെ ക്ലാസ് ഒന്നും കൂടി പറയാം. ക്ലാസിഫിക്കേഷൻസ്, അതായത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൾക്ക് ഫോമിംഗ്. ഇൻ ദാറ്റ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് മീഥൈൽ സെല്ലുലോസ്, അഗർ, ദെൻ ഇസ്ബഗുള, ദെൻ സൈലിയം സീഡ്സ്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റൂൾ സോഫ്റ്റ്നർ ആണ്. സ്റ്റൂൾ സോഫ്റ്റ്നറിന്റെ എക്സാമ്പിൾസ് ലിക്വിഡ് പാരാഫിൻ, ഗ്ലിസറിൻ, ദെൻ ഒലിവ് ഓയിൽ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റിമുലന്റ് പ്യൂരിഗേറ്റീവ് ആണ്. സ്റ്റിമുലന്റ് പ്യൂരിഗേറ്റീവിനെ അഗൈൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് എ ക്ലാസിഫിക്കേഷൻ ഡൈഫിനൈൽ മിഥൈൻസ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ബൈസാകൊഡിൽ, ഫിനോഫ്താലിൻ, ദെൻ സോഡിയം പൈക്കോസൾഫേറ്റ്. ദെൻ അതിൽ തന്നെ ബി ക്ലാസിഫിക്കേഷൻ ആന്ത്രാക്വിനോൺ. ഇൻ ദാറ്റ് സെന്ന ആൻഡ് കാസ്കാര സാഗ്രഡ. Okay, then C classification 5-HT4 agonist. In that example tegaseroid. Then D classification fixed oil. In that example castor oil. Okay, then നാലാമത്തെ classification osmotic purgative. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് magnesium salts, lactulose. Magnesium salts, lactulose. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ്. നാലാമത്തത് ഓസ്മോട്ടിക് പ്യൂരിഗേറ്റീവ്, എക്സാമ്പിൾ magnesium salts and lactulose. Is it clear? Clear ആയോ? Okay. Next contraindications. Okay, in that high amount of phosphate in the blood. ബ്ലഡിൽ ഫോസ്ഫേറ്റിന്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ ലോ എമൗണ്ട് ഓഫ് കാൽസ്യം ഇൻ ദ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ ലോ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ഇൻ ദ ബ്ലഡിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആക്ടിവിറ്റി മീൻസ് ഹോർമോൺ പ്രൊഡക്ഷൻ എല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ അതും കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, ദെൻ സൈഡ് എഫക്ട്സ് dizziness, confusion, then skin rash or itching, then bloody stool and bloating. അതായത് ഡിസിനസ് ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും, സ്കിൻ റാഷസ് അല്ലെങ്കിൽ ഇച്ചിങ് ഉണ്ടാകും, then bloody സ്റ്റൂളിൽ ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടാകും, then bloating മീൻസ് ഗ്യാസ് അല്ലെങ്കിൽ വയറൊക്കെ വീർക്കുക എന്നുള്ള അർത്ഥം. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത അടുത്ത സെക്ഷൻ കാർമിനേറ്റീവ്സ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, കാർമിനേറ്റീവ്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. കാർമിനേറ്റീവ്സ് ആർ യൂസ്ഡ് ടു പ്രൊമോട്ട് എക്സ്പൾഷൻ ഓഫ് gases from the gastrointestinal tract and give a feeling of warmth and comfort in the epigastrium. അതായത് കാർമിനേറ്റീവ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, GI ട്രാക്റ്റിലുള്ള ഗ്യാസസിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ എന്താണ് ഫീലിംഗ് വാംത്ത് ആൻഡ് കംഫോർട്ട് ഇൻ ദ എപ്പിഗാസ്ട്രി. അങ്ങനെ പുറന്തള്ളുന്നത് വഴി എപ്പിഗാസ്ട്രി എന്ന് പറഞ്ഞ ഭാഗത്ത് എന്താണ് വാംത്തും അനുഭവപ്പെടും, അതുപോലെ തന്നെ കംഫോർട്ട് എല്ലാം അനുഭവപ്പെടും. ഓക്കെ, ഒന്നുകൂടി പറയാം. Carminatives are used to promote expulsion of gases from the gastrointestinal tract and give a feeling of warmth and comfort in the epigastrium. Okay, അതായത് gastrointestinal tractലുള്ള gasesനെ expel ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. Okay, promote the expulsion of gases. Okay, അതായത് GI ട്രാക്റ്റിൽ രൂപം കൊള്ളുന്ന ഗ്യാസസിനെ പുറന്തള്ളൽ അല്ലെങ്കിൽ അതിനെ പുറന്തള്ളൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, okay, then and giving a feeling of warmth and comfort in the epigastrium. അതായത് എപ്പിഗാസ്ട്രിയം എന്ന് പറഞ്ഞ ഭാഗത്ത് എന്താ പറയാ വാംത്തും അനുഭവപ്പെടും, അതുപോലെ തന്നെ
എന്താ പറയാ ചൂടും മീൻസ് എപ്പിഗാസ്ട്രിയം എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ നമുക്ക് ചൂടും അനുഭവപ്പെടും, അതുപോലെ തന്നെ ഒരു കംഫർട്ട്, ഒരു ഫീലിംഗ് കംഫർട്ടും അനുഭവപ്പെടും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? Carbonatives clear ആയോ? Please give. Okay. Next, uses. Side heading എടുക്കുക, uses. Okay, in that first point, dyspepsia. Dyspepsia. Dyspepsia എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ indigestion, ദഹനക്കുറവ്. Okay. Indigestionൽ യൂസ് ചെയ്യും. Dyspepsia എന്നുള്ളത് മെഡിക്കൽ ടേം ആണ്. Dyspepsia. Okay, meaning indigestion. Okay, ദഹനക്കുറവ്. Okay, അതിൽ യൂസ് ചെയ്യും. Then second point, discomfort in the upper abdomen. Upper abdomen ഉണ്ടാകുന്ന ഡിസ്കംഫോർട്ടിന് യൂസ് ചെയ്യുന്നുണ്ട്. Then മൂന്നാമത്തെ പോയിന്റ് ഗ്യാസ് ഫോർമേഷൻ. ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഫീലിംഗ് ഓഫ് ഫുൾനെസ്. മീൻസ് എന്താ പറയാ, ഫുഡ് കഴിച്ചില്ല മീൻസ് കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ആയതായിട്ടുള്ള ഒരു ഫീലിംഗ്, എപ്പോഴും എന്താ പറയാ വയറ് നിറഞ്ഞ പോലത്തെ ഒരു അനുഭവം. ഓക്കെ, ആ ഒരു കണ്ടീഷനിലും യൂസ് ചെയ്യുന്നുണ്ട് ഫീലിംഗ് ഓഫ് ഫുൾനെസ്. നെക്സ്റ്റ് പോയിന്റ് ബേണിംഗ് സെൻസേഷൻ. ബേണിംഗ് സെൻസേഷൻ മീൻസ് എരിച്ചില്. ഓക്കെ, എരിച്ചിൽ ഉണ്ടാകുമ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറയാം യൂസസ്. ഡിസ്പെപ്സിയ, ഡിസ്കംഫോർട്ട് ഇൻ ദ അപ്പർ അബ്ഡോമൻ, then gas formation, then feeling of fullness, then burning sensation. Uses clear ആയോ? Okay. Next classification കൊടുക്കാം. Classification. Underline ചെയ്ത carbonatives are mainly volatile compounds. അതായത് carbonatives എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് volatile ആയിട്ടുള്ള compounds ആണ്. volatile ആയിട്ടുള്ള compounds ആണ്. Carbonatives are mainly volatile compounds. Okay, ഇനി classification. ഒന്നാമത്തെ classification. Compounds which contain volatile oils. Okay, compounds which contain volatile oils എന്ന് heading എടുക്കുക. ഒന്നാമത്തെ classification. Compounds which contain volatile oils. Okay, അതിന് examples ആണ് പറയുന്നത്. Okay, in that first point, powdered aniseed. Aniseed or anise. ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. Okay, aniseed or anise. Then രണ്ടാമത്തെ പോയിന്റ് ginger. രണ്ടാമത്തെ പോയിന്റ് ginger. Okay, ഒന്നാമത്തത് powdered aniseed or anise. രണ്ടാമത്തത് ginger. Okay, ഇതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, അതായത് compounds which contain volatile oils ൽ വരുന്നത്. Then രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ poor volatile oils. Poor volatile oils. Okay, അതിൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ poor volatile oils ആണ്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് പോയിന്റ് turpentine oils. Turpentine oils. രണ്ടാമത്തെ പോയിന്റ് പെപ്പർമിന്റ് ഓയിൽ. ഒന്നാമത്തത് ടർപെന്റൈൻ ഓയിൽ, രണ്ടാമത്തെ പോയിന്റ് പെപ്പർമിന്റ് ഓയിൽ. Then മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് substance obtained from volatile oils by cooling. Substance obtained from volatile oils by cooling. Okay, അതിൽ വരുന്ന ഡ്രഗ്സ് ആണ് പറയുന്നത്, സോറി അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. Stearoptinous camphor. Stearoptinous camphor. രണ്ടാമത്തെ പോയിന്റ് stearoptinous menthol. Stearoptinous menthol, stearoptinous camphor. Okay, that is substance obtained from volatile oils by cooling. Okay, അതിന് എക്സാമ്പിൾസ് stearoptinous camphor and stearoptinous menthol.
Then നാലാമത്തെ classification volatile anesthetics. Volatile anesthetics. അതിന് examples ആയിട്ട് വരുന്നത് ഒന്നാമത്തത് ether. രണ്ടാമത്തത് chloroform. Then അഞ്ചാമത്തെ classification other volatile compounds. Example alcohol. ഒന്നുകൂടി പറയാം. Classification in that carminatives are mainly volatile compounds. Carminatives പ്രധാനമായിട്ട് volatile ആയിട്ടുള്ള ഘടകങ്ങളാണ്. Then in that first point compounds which ഫസ്റ്റത്തെ classification വരുന്നത് compounds which contain volatile oils. അതായത് volatile oils അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. അതിന് examples ആണ് വരുന്നത് powdered, aniseed and anise. Then second point ginger. Then രണ്ടാമത്തെ classification poor volatile oils ആണ്. Okay. അതിൽ വരുന്ന drugs turpentine oil and peppermint oil ആണ്. Then മൂന്നാമത്തെ classification substance obtained from volatile oils by cooling. In that stearinous camphor and stearinous menthol. Then നാലാമത്തെ classification volatile anesthetics ആണ്. അതിൽ വരുന്നത് ether and chloroform. Then fifth one other volatile compounds. Then example alcohol. Is it clear? ഇതിന്റെ പേരുകളെല്ലാം നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. Okay. നാലാമത്തെ volatile anesthetics എന്ന് പറഞ്ഞ classification ആണ്. അതിൽ വരുന്നത് ether and chloroform. Clear ആയോ? Okay. Next subheading കൊടുക്കുക. Commonly used drugs are. The heading കൊടുക്കുക. അത് common ആയിട്ട് ഉപയോഗിക്കുന്ന drugs. Okay, in that first point sodium bicarbonate. Second one peppermint oil. Third one cardamom tincture. Fourth one oil of dill. നിങ്ങൾ സ്പെല്ലിംഗ് വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. Oil of dill. Next point ginger tincture. നോടി പറയാം. Commonly used drugs are sodium bicarbonate, peppermint oil, then cardamom tincture, then oil of dill, then ginger tincture. Is it clear? Okay. Next side effects. First point dizziness, then flushing, then trouble breathing. Okay, മൂന്ന് side effects ആണ് വരുന്നത്. dizziness ഉണ്ടാകും, flushing ഉണ്ടാകും. flushing എന്ന് പറഞ്ഞാൽ red color ആകുക, skin എല്ലാം redness ആകുന്നത്. Then trouble breathing ഉം trouble ആയിരിക്കും, ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും. Then contraindications diarrhea and decreased kidney function. Contraindications first one diarrhea, second one decreased kidney function. Is it clear? Okay, ഇത്രയാണ് carminatives. Okay, ഞാൻ question ചോദിക്കാം. Okay, Shamina, classification of laxatives പറ. Classification of laxatives. ഇന്നത്തെ ക്ലാസ് അല്ല ചോദിച്ചത്, ഇന്നത്തെ ക്ലാസ് ഷെമീന, classification of laxatives. Okay. Okay, 3 points പറയാം. Okay, ആദ്യത്തെ രണ്ടെണ്ണം പറയാം.
Okay. Mm. 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 Okay. Celia. Celia. Okay. Stimulant purgative പറ. Mm. Diphenyl methyl. Celia. Okay. Shihana. Okay. മൂന്നാമത്തെ classification stimulant purgative. Mm. Picosulfate. Mm. Phenolphthalein. Phenolphthalein. Mm. Benzalkonium. Benzalkonium. Mm. 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 Muscara sagrada. Okay. Mm. 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 Okay. നാലാമത്തെ classification. Mm. Mm. Lactulose. Okay. Alina. What are the contraindications? Mm. Mm. Okay. Shamna, what are the side effects? Okay. Sona. Okay. എന്താണ് carminatives? Mm. Okay. Mm. Upper abdomen. Discomfort in upper abdomen. Mm. Mm. Okay. Adulya. Okay, what are the classifications? Okay, good. Nishana. Okay, what are the commonly used drugs? Yes. Okay. Shamna, what are the side effects and contraindications? Mm. Okay. ഇത്രയാണ് carminatives. Okay.